മാർക്കോഴയോട് ബന്ധപ്പെട്ട് അങ്ങ് ആദ്യം ഒരു ഘട്ടം വരെ അങ്ങ് മാണിയെ പ്രതിരോധിച്ചു. പിന്നീട് അതേക്കുറിച്ച് അങ്ങ് കൂടുതൽ കമന്റുകളൊന്നും നടത്തിയില്ല. അങ്ങേക്ക് ബോധ്യമായോ മാണി പൈസ വാങ്ങിച്ചു എന്നുള്ളത്? മാണിക്ക് ബോധ്യമുള്ളവരെ എന്നോട് ചോദിക്കുന്നു. ഞാൻ മാണി കാശ് മേടിച്ചെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മാണി കുറേയേറെ ന്യായീകരിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് കുറ്റമേറ്റതാണ്. കുറ്റമേറ്റ് ക്ഷമ ചോദിച്ച ഒരു മനുഷ്യനെ ഇനി മേലിൽ കാക്കരുതെന്ന് ഞാൻ പറഞ്ഞു. വളരെ മോശമെന്ന് അദ്ദേഹത്തോട്. ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി തന്നെ പുള്ളി കുറ്റമേറ്റാണ് സംസാരിച്ചത്. ഇപ്പോൾ പുള്ളി പറയുന്നുണ്ടല്ലോ, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് മുമ്പ് തെരഞ്ഞെടുപ്പ് ഫണ്ട് തന്ന കൈക്കൂലിയാണെന്ന് ഇപ്പോൾ ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് തന്ന പാർട്ടി കമ്മിറ്റി റെക്കോർഡ് ചെയ്യുണ്ടായി. ഞാനുണ്ടല്ലെന്ന് 2014 മാർച്ച് 28 ഞാൻ ഡയറി എടുത്ത് നോക്കും. അപ്പോൾ അന്നിങ്ങനെ അന്ന് പാർലമെന്റ് ഇലക്ഷത്തിന് മുമ്പാ പാർലമെന്റ് ഇലക്ഷനായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ഈ ആംഗലയുടെ പാർലമെന്റ് ഇലക്ഷൻ ഇത്ര രൂപ മേടിച്ച് പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്നത് ഒരു വിസര കണക്കുമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം പിന്നെ കൈക്കൂലിയാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ മുഖ്യമന്ത്രിയാക്കുന്നത് ഞാൻ പറഞ്ഞത്. ഈ മാണിയെ ഇത്രയും കുഴപ്പത്തിലാക്കുന്നതിൽ ഉമ്മൻചാണ്ടിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ടല്ലോ. അതിബുദ്ധിമാനായ പൊന്മാന്റെ ബുദ്ധിയാണ് ഉമ്മൻചാണ്ടി. KM മാണിയും ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി അറിയാതെ ഈ കേരള സംസ്ഥാനത്ത് ഒരു കുഞ്ഞുണ്ടാകും നടന്നിട്ടില്ല. പഠിച്ചു. ഇവര് 3 പേരാതെ ഒന്നും നടന്നിട്ടില്ല. അതിൽ KM മാണിക്ക് ഈ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് ചെവിയും കേൾക്കില്ല, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടിയും പങ്കാളികളാണ്. അപ്പോൾ അതിനകത്ത് KM മാണി കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. വീതം കൊടുത്താൽ മതി, പുള്ളിക്ക് പ്രശ്നമില്ല. സാമ്പത്തിക ബന്ധങ്ങളിലാവും പ്രശ്നം തീർന്നില്ല. അതാണ് നമുക്ക് ഈ ഉമ്മൻചാണ്ടിക്ക് ഈ ബാർക്കോഴ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. 100% ബാർക്കോഴ കേസിൽ ഉമ്മൻചാണ്ടിക്ക് ബന്ധമുണ്ട്. കാരണം ഈ കാശ് കൊണ്ടുപോയി KM മാണിക്ക് കൊടുത്തത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കൊടുക്കാൻ പോയതും ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചനുസരിച്ചാണെന്ന് ആ കാശ് കൊടുത്ത നേതാക്കന്മാർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇനി എന്നോട് ചോദിക്കണ്ട. ഉമ്മൻചാണ്ടി അറിഞ്ഞുകൊണ്ടാണ് കാശ് കൊടുത്തത്. ബാബുജിക്കുള്ള കാശ് കൊടുത്തതും KM മാണിക്ക് കാശ് കൊടുത്തതും കുഞ്ഞാലിക്കുട്ടി കാശ് കൊണ്ട് ചെന്നതും കുഞ്ഞാലിക്കുട്ടി കാശ് മേടിക്കാതിരുന്നു ചേർത്ത് ഉൾപ്പെടെ ഞാൻ കേരളത്തിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2 മാസം കഴിഞ്ഞ് പത്രക്കാരോട് മലപ്പുറത്ത് വെച്ച് കോഴിക്കോട് വെച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ട് എൻ്റെ അടുത്തും കാശ് കൊണ്ട് വന്നതാണ്, ഞാൻ മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ബാറിൻ്റെ കാശ് മദ്യത്തിൻ്റെ പണമാണ്, ഹറാമാണ് പറഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് നമ്മുടെ ബാലകൃഷ്ണ സാറിന് ഇന്റർവ്യൂ എടുത്തിരുന്നു. അപ്പോൾ ബാലകൃഷ്ണ സാർ പറഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടായത് അഴിമതിയെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. ഈ KM മാണി എന്ന് പറയുന്ന വക്രബുദ്ധി, പുള്ളി വാക്കാണ് ഉപയോഗിച്ചത്, വക്രബുദ്ധി വന്നതിന് ശേഷമാണ് കേരള കോൺഗ്രസ് തകർച്ചയിലേക്ക് പോയത് എന്ന് അങ്ങ് യോജിക്കുന്നുണ്ടോ? അതിനോട് അങ്ങനെ പറഞ്ഞാൽ 64 ഒക്ടോബർ മുതൽ കേരള കോൺഗ്രസ് ഉണ്ട്. 65 നിയമസഭാ ഇലക്ഷൻ മാണി കേരള കോൺഗ്രസ്സായി. അപ്പോൾ കേരള കോൺഗ്രസ് അഴിമതിയിലേക്ക് വക്രബുദ്ധി വന്നിട്ടാണെന്ന് പറഞ്ഞാൽ ആരംഭം മുതലേ വക്രബുദ്ധിയാണ്. ആരംഭം മുതൽ അഴിമതിയിലേക്ക് പോയതല്ലേ അദ്ദേഹം പറയുന്നു. അത് ശരിയാണ്, ഞാനിവിടെ ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഈ പാർട്ടി പിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇനി ഇത് കൊണ്ടു നടക്കരുത്, ഈ പിരിച്ചു കൊടുക്കണം. കേരള കോൺഗ്രസ് പേര് പോലും അപമാനിതമാണ്. എൻ്റെ അഭിപ്രായം ബാലകൃഷ്ണൻ പറഞ്ഞത് സത്യമല്ലേ. കാരണം അദ്ദേഹം പറഞ്ഞാൽ ഈ വക്രബുദ്ധി വന്നതാണ്. ഈ വക്രബുദ്ധി വന്ന 65 ഉണ്ടായി, 6 മാസം കഴിഞ്ഞ് വന്നു. അതുകൊണ്ട് പിരിച്ചുവിടട്ടെ, അതാണ്. ഇനി ഇതും ഒന്നും നടക്കണ്ട. അല്ല, പിരിച്ചുവിടട്ടെ, നീ വിട്ടില്ലേലും കുഴപ്പമില്ല. അധികം താമസം വിരിഞ്ഞ് പൊക്കോളും ധൈര്യമായിട്ട്. എൻ്റെ വിശ്വാസം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാണി ഗ്രൂപ്പ് എന്നും പറഞ്ഞൊരു പാർട്ടി ഉണ്ടാവും ഞാൻ കരുതുന്നു. അത്രേ ഉള്ളൂ.